അപ്പം നമ്മുടെ യാത്ര ഇന്ന് എറണാകുളത്തെ തിരുവൈരാണിക്കുളം അമ്പലത്തിലേക്കാണ്. അപ്പം രാവിലെ ഞങ്ങളൊരു 4 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങി എല്ലാം ഞങ്ങൾ കയറി. ഇനി ശേഷം ചിഞ്ചുവിൻ്റെ അമ്മയെ വിളിക്കാനായിട്ട് ഞങ്ങൾ പുനലൂർ വീട്ടിലോട്ട് പോവുകയാണ്. അവരെല്ലാം കയറി. എന്തോടി ബാക്കില് കുട്ടിയില് പോന്നു. എല്ലാം ഉണ്ട്. തിരുവാണിക്ക് എല്ലാം ഉണ്ട്. വണ്ടി ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. 5 മണിക്കൂർ ഗേസ്. സുമയമ്മ വാളാണ്. ചിഞ്ചു വീലായി. പിന്നെ ഞാൻ കിടന്നു ദച്ചു കിടന്ന് പാമ്പായി. എങ്ങും എത്തിയില്ല. പത്തനംതിട്ട കഴിഞ്ഞതേ ഉള്ളൂ. എഴുന്നേക്കുന്നില്ലയോ? ഏതെച്ചു എഴുന്നേക്കുന്നില്ലയോ? അമ്പലം എത്തിടി. പിന്നെ അവളെ ഉറങ്ങിയ ഒരു രസമില്ല. പിന്നെ അവൾ ഉണർന്നിരിക്കണം. അല്ലേ അച്ചോടി കുളിച്ചോ നീ? അമ്പലത്തിൽ പോവല്ലോ. ഇതൊന്നും വേണ്ടേ? വഴിയിലൊക്കെ നിന്ന് കുളിച്ച് അവിടെ മൊത്തം കുളമാക്കണം. അച്ഛൻ്റെ പല്ലൊന്ന് കാണിച്ച് ഒന്ന് കാണിച്ച. ഈ ഫ്രണ്ടിലത്തെ പല്ലടം പൊടി അലക്കാൻ കൊടുത്തു. പെരപ്പുറത്തിട്ട് വന്നിട്ട് അലക്കിട്ട് പെരപ്പുറത്തിട്ട് ഉണക്കാൻ. അടിച്ച് കുളിക്കത്തുമില്ല, ഒന്നുമില്ല. മൂവാറ്റുപുഴ എത്തുമ്പോഴേലും കുളിക്കുമോ? വല്ല വണ്ടി കഴുകുന്ന സർവീസ് സെന്ററിൽ എല്ലാം കയറ്റി വെള്ളം അടിച്ച് കഴുകിക്കട്ടെ നിന്നെ. അവിടെ എടുക്കണം വെച്ചോ. പിന്നെ സർവീസ് സെന്ററിൽ കയറ്റിയിട്ടെ കഴുകി എടുക്കട്ടെ. നിന്റെ സ്ഥിരം പണിയാണോ ഈ എവിടെയെങ്കിലും പോകുമ്പോ കുളിക്കാതെ പോവാന്നുള്ളത്? ഇല്ല, ഞങ്ങളിപ്പോ പനി ആയോണ്ട് കുളിക്കാഞ്ഞിട്ട് അലമ്പാ കേട്ടോ. പനിയായിട്ട് വെളുപ്പിക്കാൻ കാലത്ത് പനിയെ പിടിച്ച് കുളിക്കാൻ പറ്റും. പറ തെച്ചു അങ്ങോട്ട്. കട്ട ബ്ലോക്ക് തുടങ്ങി. കട്ട ബ്ലോക്ക്. സ്വർഗീക കവാടം. പിള്ളേരെല്ലാം സ്കൂളിൽ പോന്നു. തെച്ചു നിനക്ക് ഡാൻസ് ഒക്കെ ഇല്ലയോ? എന്തോ അവരെന്ത് ചെയ്യോ? കമ്പൂട്ടായില്ലേ ഊതിക്കൊണ്ടിരിക്കുന്നു. ഈ സാധനം കൊള്ളാം. പൂ വിടർന്ന് നിൽക്കുന്ന പോലെ നിൽക്കുന്നു. നല്ല സെറ്റ് ഉണ്ട്. കടലക്കറിയും പപ്പടവും. ഒരു സെറ്റ് 3 എണ്ണം വരും. എനക്കോ ഇഡലി. എനിക്ക് ഇടിയപ്പം എടുത്തോ. ചായ കോഫി ഫ്രൂട്ട് സലാഡ് കഴിച്ചിട്ട് നടന്നോ മതി. ഓഹോ ദൈവമേ. ചില്ലി ചിക്കനും പിന്നെന്തുണ്ട്? തന്തൂരി ഉണ്ടോ? ഉണ്ട്.
എല്ലാം വെജിറ്റേറിയൻ ഹോട്ടലിലാണ് അല്ല അവിടുത്തെ പറഞ്ഞ അല്ല അങ്ങനെ അമ്പലത്തിനടുത്ത് എത്താറായി. അപ്പോഴാണ് ഇനി ദച്ചുനെ കുളിപ്പിക്കണം. അതിനുശേഷം കാരണം വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കയറി തൊഴുവാമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് വരുന്നത്. അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ നമ്മൾ കരുതി ഇന്ന് വൈകുന്നേരം വരെ നിൽക്കേണ്ടി വരും. അത്രത്തോളം ജനമായിരുന്നു. വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മൾ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിലും തിരക്കാണ്, ഭയങ്കര പാടാണെന്നൊക്കെയാണ് വന്നവരൊക്കെ പറഞ്ഞത്. അങ്ങനെ പാർക്കിങ്ങിലേക്ക് നമ്മൾ വണ്ടി കയറ്റി. നാളെ ഉണ്ടടി. ഇതെന്താ ഇത്, വണ്ടിയൊക്കെ കുളിമുറി ആക്കിയോ? ആൺപിള്ളേർ പെൺപിള്ളേരെ വായി നോക്കുമ്പോൾ ഒരുത്തി ഇവിടെ കണ്ട കടകൾ മൊത്തവും വായി നോക്കി കിടക്കുക. അവർക്ക് കടകളും കമ്മലുകളും വായി നോട്ടം. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് ദർശനം നടത്താൻ പറ്റി. കാരണം വളരെ നമ്മൾ പ്രതീക്ഷിച്ച പോലൊരു തിരക്കൊന്നും നമുക്ക് ദർശന സമയത്ത് ഫീൽ ചെയ്തില്ല. നല്ല പോലെ കണ്ടു തൊഴാൻ പറ്റി. ലാവന്മാരുടെ കളയാനായിരിക്കും.
പാലും ഇതുകൊണ്ട് കുടിച്ചിട്ട്